കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് അനീഷ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വാർത്ത. ഇതോടൊപ്പം സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പുകൾ, കൊല്ലത്തെ 2 പെൺകുട്ടികളുടെ ദുരൂഹ മരണം, കാസർകോട്ടെ സ്ത്രീയുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വാർത്തകൾ. ആദ്യം സ്പോട്ടിലേക്ക് പോകുന്നത് മരട് അനീഷിനെ മുളവുകാട് പോലീസ് പിടികൂടിയ വാർത്തയിലേക്കാണ്. തൃശ്ശൂരിലെ ഒരു പ്രമുഖ സ്പായിൽ നടന്ന റെയ്ഡിനിടെ യാദൃശ്ചികമായാണ് മരട് അനീഷ് പോലീസിന്റെ വലയിലാകുന്നത്. ഒരു ഹണി ട്രാപ്പ് കേസിലെ വനിതാ പ്രതിയെ തേടിയെത്തിയ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അനീഷ് ചെന്നുപെടുകയായിരുന്നു. മുളവുകാട് പോലീസാണ് പിടികൂടിയത്. തമിഴ്നാട്ടിലെ സ്വർണ്ണ കവർച്ചാ കേസിലാണ് കസ്റ്റഡി. ഈ കേസിൽ ഒളിവിലായിരുന്നു അനീഷ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും അനീഷിനെതിരെ നിരവധി ഗുരുതര കേസുകളാണുള്ളത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ടയാണ് മരട് അനീഷ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മരട് അനീഷിൻ്റെ സാന്നിധ്യം അത്ര കണ്ട് ഈ നഗരത്തിലും നഗരപ്രദേശങ്ങളിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിനിടെ മരട് അനീഷ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഗുണ്ടാ പ്രവർത്തനങ്ങളിലും പിടിച്ചുപറിയിലും മറ്റ് തട്ടിപ്പിലുമൊക്കെ ഏർപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ മുളവുകാട് പോലീസ് മരട് അനീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലെ ഒരു പിടിച്ചുപറി കേസുമായി, ഒരു സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? തൃശ്ശൂരിലെ ഒരു സ്പായിൽ മറ്റൊരു ഹണി ട്രാപ്പ് കേസിലെ ഒരു പ്രതിയെ അന്വേഷിച്ചെത്തുമ്പോഴാണ് പോലീസ് മരട് അനീഷിനെ അവിടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഹണി ട്രാപ്പ് കേസിലെ ഒരു വനിതാ പ്രതിയെ അന്വേഷിച്ചിട്ടാണ് ഈ സ്പായിൽ പോലീസ് എത്തുന്നത്. ആ സമയത്താണ് അനീഷ് മറ്റൊരു യുവതിയുമായി സ്പായിലെ തന്നെ മറ്റൊരു യുവതിയുമായി അനീഷിനെ അവിടെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് പോലീസിന്റെ വലയിലേക്ക് അനീഷ് വന്ന് വീണത് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും തമിഴ്നാട് പോലീസ് ഈ തമിഴ്നാട്ടിൽ നടന്ന സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രതി കൂടിയാണ് അനീഷ്. മാത്രമല്ല നിരവധി കേസുകളും തമിഴ്നാട്ടിലും കേരളത്തിലുമായി മരട് അനീഷ് പ്രതിയാണ്. അങ്ങനെ സാഹചര്യത്തിൽ കുറച്ചു കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിയാണ്. അതേസമയം മരട് അനീഷ് ആ സാഹചര്യത്തിൽ ഒളിവിലുമായിരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനെ സ്പായിലെത്തുന്നതും യാദൃശ്ചികമായി പോലീസിന്റെ വലയിൽ കുടുങ്ങുന്നതുമായ സാഹചര്യം ഉണ്ടായത്. അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് പോലീസിന് കൈമാറാനാണ് പോലീസിന്റെ നീക്കം. അങ്ങനെയാണ് അനീഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പം മുമ്പാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അനീഷിന്റെ വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയത്. എന്തായാലും വളരെ യാദൃശ്ചികമായി എന്ന് വേണം പറയാൻ. പോലീസ് അങ്ങേയറ്റം അന്വേഷിച്ചിട്ടും കിട്ടാത്ത ഒരു പ്രതിയെ യാദൃശ്ചികമായി ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കാൻ തൃശ്ശൂരിലെ ഒരു സ്പായിലെത്തുമ്പോഴാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് മരട് അനീഷിനെ പിടികൂടാൻ കഴിയുന്നതും അങ്ങനെയാണ്. മാത്രമല്ല ഈ ഒപ്പമുണ്ടായിരുന്ന യുവതിയെ പറ്റിയും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഹണി ട്രാപ്പിലെ മറ്റൊരു വനിതാ പ്രതി അന്വേഷിച്ചിട്ടായിരുന്നു പോലീസ് സ്പായിലെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും തമിഴ്നാട് പോലീസിന് മരട് അനീഷിനെ കൈമാറാനാണ് നീക്കം. അതേസമയം ബന്ധുക്കൾ അനീഷിനെ വധിക്കാൻ നീക്കമുണ്ട്, ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസിന് കൈമാറരുതെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മരട് അനീഷിനെ വധിക്കാൻ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണവും തട്ടിപ്പ് കേസും ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ള ആരോപണവുമായി ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. എന്തായാലും മരട് അനീഷിനെതിരെ നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ഭായ് നസീറും മരട് അനീഷും തമ്മിലുണ്ടായിരുന്ന കുടിപ്പകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും നിരവധി തവണ മരട് അനീഷിനെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് നിരവധി ക്രിമിനൽ കേസുകൾ, പിടിച്ചുപറി കേസുകൾ, ഗുണ്ടാ കേസുകൾ തുടങ്ങിയ ഒരുപാട് കേസുകൾ മരട് അനീഷിന്റെ പേരിലുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട തമിഴ്നാട് പോലീസ് ഈ സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണ് മരട് അനീഷിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഒളിവിലായിരുന്നു ഇത്ര കാലം. അതായത് മരട് അനീഷിനെ പറ്റി വിവരമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ തമിഴ്നാട് പോലീസിന് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തമിഴ്നാട് പോലീസിന് നൽകാനാണ് പോലീസ് നീക്കം. അങ്ങനെ ഏതെങ്കിലും കേസുകളിൽ, കേരളത്തിലെ ഏതെങ്കിലും കേസുകളിൽ അനീഷിനെതിരെ വാറന്റ് ഉള്ളതാണോ? പോലീസ് ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ? മാത്രമല്ല ഇതൊരു കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് കുറച്ച് നാൾ ജയിലിലായിരുന്നു. അവിടെ വെച്ച് ഒരു വധശ്രമമൊക്കെ നേരിട്ടതാണ്. പിന്നീട് പുറത്തിറങ്ങി ഇപ്പോഴും സജീവമായി കൊച്ചി നഗരത്തിൽ കളത്തിലിറങ്ങാൻ തുടങ്ങിയതാണ് അനീഷ്. അതിനിടെയാണ് പോലീസിൻ്റെ നാടകീയമായ ഈ കസ്റ്റഡിയും മറ്റു നടപടികളും ഉണ്ടാകുന്നത്. തമിഴ്നാട് പോലീസിന് കൈമാറുന്നതിന് മുൻപ് കേരളത്തിൽ ഏതെങ്കിലും കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും കേസുകൾ, അതായത് പഴയ ഏതെങ്കിലും കേസുകളിൽ വാറൻ്റ് ഉള്ളതാണോ,
പിടികിട്ടാപ്പുള്ളിയാണോ? അത്തരമൊരു നീക്കങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? പഴയ കേസുമായി ബന്ധപ്പെട്ട വാറണ്ട് നിലവിലുണ്ട്. അതൊരു തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വാറണ്ട് മരട് അനീഷിനെതിരെ നിലവിലുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല പോലീസ് അവിടെ സ്പായിൽ എത്തിയിരുന്നത്. അതായത് മരട് അനീഷുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല പോലീസ് അവിടെ എത്തിയിരുന്നത്. യാദൃശ്യമായി തന്നെ അനീഷ് പോലീസിന്റെ വലയിൽ കുടുങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു ഹണി ട്രാപ്പ് കേസിലെ വനിതാ പ്രതിയെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോഴാണ് ഈ സ്പായിൽ തന്നെ മറ്റൊരു സ്ത്രീയോടൊപ്പം അനീഷിനെ കണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അനീഷിനെ അടിയന്തരമായി കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്ടിലും നിരന്തരം ഇത്തരം നിരവധി കേസുകളുണ്ട്. പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ, അല്ലെങ്കിൽ കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകൾ, ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകൾ അനീഷിന്റെ പേരിലുണ്ട്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റ് കേരളത്തിലായാലും കൊച്ചി, ടോം സൂചിപ്പിച്ചതുപോലെ കൊച്ചി തട്ടകമാക്കി പ്രവർത്തിക്കുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെ പോവുകയായിരുന്നു. അതായത് തമിഴ്നാട്ടിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പ്രവർത്തന മേഖല കുറച്ചുകൂടി വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിലൊക്കെയായിരുന്നു അനീഷ് എന്ന് വേണം പറയാൻ. അത്തരം നീക്കങ്ങളൊക്കെ അനീഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും നിലവിൽ അനീഷ് പോലീസ് കസ്റ്റഡിയിൽ നിന്നല്ല അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് പോലീസിന് കൈമാറാൻ തന്നെയാണ് നീക്കം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടും, അതായത് കാപ്പ് ചുമത്തിയും തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഹണി ട്രാപ്പ് കേസിലെ വനിതാ പ്രതിയെ പിടികൂടാൻ എത്തിയപ്പോഴാണ് അവിടെ യാദൃശ്ചികമായി മരട് അനീഷിനെ കാണുന്നത്. അനീഷിന് ആ പ്രതിയുമായി, യുവതിയുമായി എന്താണ് ബന്ധം? എങ്ങനെയാണ് ഈ സ്പായിലെത്തിയത്? അവിടെ ഏതെങ്കിലും അനാശാസ്യ ഇടപാടുകൾ ഉണ്ടായിരുന്നോ? ഈ യുവതിയുമായിട്ടുള്ള ഇടപാടുകൾ എന്താണ്? അത്തരം എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ആജ്ഞ? അത്തരം കാര്യം കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നത്. സ്പായിൽ ഉണ്ടായിരുന്ന യുവതി ആര്? അതായത് സ്പായിൽ മറ്റൊരു യുവതിയോടൊപ്പമാണ് മരട് അനീഷിനെ കണ്ടെത്തിയിട്ടുള്ളത്. ആ സാഹചര്യം എന്താണ്, ആ സ്ത്രീ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിച്ചു വരുന്നുണ്ട്. അതേസമയം അതേ സ്പായിൽ തന്നെ ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിയെ പിടിക്കാനാണ് എത്തിയിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മറ്റെന്തെങ്കിലും അനാശാസ്യ ഇടപാടുകൾ ഉണ്ടോ, ഈ യുവതിക്ക് മറ്റെന്തെങ്കിലും ഇടപെടലുകളോ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ അതായത് ഈ യുവതിയെ അറസ്റ്റിലാക്കിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ യുവതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ അനീഷിനെ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ഭായ് നസീറും മരട് അനീഷും അവരുടെ തമ്മിലുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പക മൂലമുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിരവധി ഈ ഗുണ്ടാ പ്രശ്നങ്ങളൊക്കെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് കൊച്ചി കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ചില കേസുകളിൽ, കേരളത്തിലെ ചില കേസുകളിൽ മരട് അനീഷിന് ജാമ്യമുണ്ട്. അതേസമയം തമിഴ്നാട് കേസിൽ ജാമ്യമില്ല. കാരണം അതുമാത്രമല്ല അനീഷിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കത്തിൽ തന്നെയായിരുന്നു തമിഴ്നാട് പോലീസും ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. തമിഴ്നാട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അതിനു മുമ്പേ അനീഷ് ഒളിവിൽ പോയിരുന്നു. പക്ഷേ അനീഷിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കേരള പോലീസിനും തമിഴ്നാട് പോലീസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് അനീഷ് യാദൃശ്യമായി വലയിൽ കുടുങ്ങിയതാണെങ്കിൽ പോലും തമിഴ്നാട് പോലീസിന് അടിയന്തരമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ഗുണ്ടാ കുടിപ്പകയ്ക്ക് പോലും സാധ്യതയുണ്ട് എന്ന ചില സൂചനകൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മരട് അനീഷ് കൊച്ചി കേന്ദ്രീകരിച്ച് വീണ്ടും ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാകുന്നുവെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർകക്ഷികൾ, അതായത് മരട് അനീഷിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ എതിർപ്പാളയത്തിലുള്ളവർ സംഘടിച്ചിരുന്നു. അത്തരം ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് മരട് അനീഷിനെ മുളവുകാട് പോലീസ് തൃശ്ശൂരിലൊരു സ്പായിൽ നിന്നും പിടികൂടിയത്. യാദൃശ്ചികമായാണ് അനീഷ് പോലീസിൻ്റെ വലയിലായത്. തമിഴ്നാട്ടിലെ ഒരു സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് മരട് അനീഷിനെ നിലവിലെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിനിടെ മരട് അനീഷിൻ്റെ ബന്ധുക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് അനീഷിനെ കൊണ്ടുപോകുന്നത് അതൊരു പക്ഷേ കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ട്,
തമിഴ്നാട്ടിൽ നിരവധി ശത്രുക്കളുണ്ട്. അതൊരു പക്ഷേ ഒരു പുതിയ നാടകമാണോ എന്ന് പോലും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ, നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മുളവുകാട് പോലീസ് മർഡനീഷിനെ തമിഴ്നാട് പോലീസിന് കൈമാറുക.